ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ടൈപ്പിൽ ഷോൾ ഡിസൈനിങ് ആണ് കാണിക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയ ടോപ്പിന് ചെയ്യുന്നൊരു ഷോളായിട്ടും കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഷോള് ഡിസൈൻ ചെയ്യുന്നതായിട്ടുമാണ് ഞാൻ കാണിക്കുന്നത്. ഹാങ്ങിങ് ആണ് മെയിനായിട്ടൊന്ന് കാണിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഷോളിന് ഞാൻ ലേസും ഹാങ്ങിങ്ങും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. സീക്വൻസ് കൊണ്ട് വർക്കും കൂടി ചെയ്യാനുണ്ട്. അത് ഇൻഷാല്ലാ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്രീം ഷോള് റെഡിമെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതിലുള്ള ഹാങ്ങിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് കാണിക്കുന്നതിൽ ഒരൈറ്റം. ഈ ഒരു ബ്ലാക്ക് അത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്കൂടി എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് വാട്സപ്പിലേക്ക് കൂടി ബേസിക് മുതൽ, അതായത് ഒട്ടും അറിയാത്ത ഒരാൾക്ക്, ജസ്റ്റ് തയ്യൽ മെഷീൻ യൂസിങ് മാത്രം അറിയുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് ചുരിദാർ, ഫ്രോക്ക്, നൈറ്റി, ഗൗണ്, പട്ടുപാവാട, അതിൻ്റെ ബ്ലൗസ്, കുറച്ച് ഹാൻഡ് എംബ്രോയ്ഡറീസ്, ഇത്രയും ഐറ്റംസ് പഠിക്കാവുന്ന വിധത്തിൽ ഒരു 2 മാസത്തെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആയിട്ട് 2 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ അതിൽ പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നിങ്ങളത് എൻ്റെ ഈ നമ്പറിൽ 9207890651 എന്ന് പറഞ്ഞ എൻ്റെ നമ്പറിൽ എന്നെ വാട്സാപ്പ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് വളരെ കുറഞ്ഞ ഫീസിലാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ. മാർച്ച് 6-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതിൽ കാണിച്ചിട്ടുള്ള ഇതെങ്ങനെ വെച്ചാൽ ലേസ് ഉണ്ട്, ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കട്ട് ബീഡ്. ഈ ഒരു ഷോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് റെഡിമെയ്ഡാണ് കേട്ടോ. റെഡിമെയ്ഡ് ടോപ്പിന് ഒരാൾ നമ്മളെ കസിൻ തന്നെ കൊണ്ട് തന്നതായിരുന്നു. അവൾ ഷോൾ ചെയ്ത് കൊടുക്കണം. ഷോൾ അവൾ ഡൈ ചെയ്യിച്ചെടുത്തു എന്ന് പറഞ്ഞ് റെഡിമെയ്ഡും കളറിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഷോളിൻ്റെ മെറ്റീരിയൽ ലേസ്, കട്ട് ബീഡ്, സ്വീക്വൻസ്, ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് കളറിൽ നമുക്ക് ലേസ് ഡൈ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് സ്വന്തമായിട്ട് ഡിസൈനിങ് മാത്രം നമ്മളൊന്ന് പഠിച്ചെടുത്താൽ മതി. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്വീക്വൻസ് ഒക്കെ പിന്നെ നമ്മുടെ ഒരു ആൻറ്റിക് കളറിലാണ് കേട്ടോ. ഗോൾഡൻ അല്ല, ആൻറ്റിക് കളറിലാണ്. ആൻറ്റിക് കളർ ആകുമ്പോൾ ഏത് ഡ്രസ്സിനും മാച്ചാവും. ഏത് കളറിൻ്റെ കൂടെ യോജിക്കുന്നൊരു കളറാണ് ആൻറ്റിക് കളർ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോള് നന്നായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കണം. കറക്റ്റ് കളറിലുള്ള നൂല് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇതിൽ കണ്ടില്ല ഈ വന്നിട്ടുള്ള വർക്ക് കട്ട് ബീഡ് കൊണ്ടാണ്, സ്വീക്വൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും കട്ട് ബീഡും സ്വീക്വൻസും തന്നെ ഇതിന് മാച്ച് ആവണമല്ലോ, ടോപ്പിന് മാച്ചായിട്ട് തന്നെ വേണമല്ലോ. അപ്പോൾ ഇതേപോലുള്ള ഷേപ്പ് വേണേൽ കൊടുക്കാം. പക്ഷേ ഞാൻ ഷേപ്പ് ഒന്ന് മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിന് മാച്ച് ആവുന്ന സെയിം കട്ട് ബീഡ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, സ്വീക്വൻസും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഏതിന് ഒരു പ്ലെയിൻ ബ്ലാക്കിനും പ്ലെയിൻ ഗ്രീനും ഒക്കെ ഈ കളേഴ്സിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോൾ ഫുള്ള് വിരിച്ചിട്ടിട്ട് അതിന് നമ്മൾ എത്ര അകലത്തിലാണ്, എത്ര ഡിസ്റ്റൻസിലാണ് വർക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് അത് പോയിന്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോളിന് നേരെ പകുതിയാക്കി വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് നേരെ ആ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ ചെയ്യാൻ സുഖമാണ്. ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ നമുക്ക് പകുതിയാക്കി പിടിക്കുമ്പോൾ സുഖമാണല്ലോ. അതിന് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ലേസ് വെച്ച് കൊടുക്കണം. ലേസ് വെക്കുമ്പോൾ ഷോളിൻ്റെ നല്ല വശത്ത് ലേസിൻ്റെ നല്ല വശം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം വെക്കുന്നത്. എന്നിട്ട് ഈ എൻഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അറ്റം വെറുതെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യൂലേ, അതേപോലെ മടക്കിയിട്ട് ലേസ് അവിടെ വെച്ച് പിടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ വീതി കുറഞ്ഞ 2 വശം മാത്രമേ ലേസ് കൊടുക്കുന്നുള്ളൂ. വീതി കൂടിയ വശം ലേസ് കൊടുക്കുന്നില്ല. അപ്പോൾ വെക്കുമ്പോൾ ഷോളിൻ്റെ നല്ല വശത്ത് ലേസിൻ്റെ നല്ല വശം തട്ടുന്ന രൂപത്തിൽ, നല്ല വശം തട്ടുന്ന രൂപത്തിലാണ് ലേസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് 2 സൈഡും തയ്ച്ചു കൊടുത്തു. 4 സൈഡ് വെക്കണമെങ്കിൽ 4 സൈഡും തയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മളിത് ചെയ്യുന്നത് ഈ തയ്യൽ തുമ്പ്, ഇപ്പോൾ നമ്മൾ മേലെ കാണുന്നത് ചീത്ത വശമാണ് ലേസിൻ്റെ. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് പതിച്ചടിക്കുമ്പം ലേസിൻ്റെ നല്ല വശം മേലോട്ടേക്ക് വരും, നല്ല ഭാഗത്തേക്കായിട്ട് വരും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പതിച്ചതിന് ശേഷം
നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ പതിച്ചിട്ട് ഈ അറ്റത്ത് തയ്ക്കണ്ട കേട്ടോ. നമ്മൾ ആ തയ്യൽ തുമ്പില്ലേ, തയ്യൽ തുമ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അടയാളം പോലെ കാണുന്നില്ലേ, നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ആ ഒരു പൊങ്ങി നിൽക്കും. ആ ഭാഗത്ത് മാത്രം തയ്ച്ചാൽ മതി. മറ്റേ ഇനി അറ്റം തയ്ക്കണം എന്നുള്ളവർക്ക് തയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഈ എൻഡാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ആ ഒരു കട്ടിപ്പുണ്ടാവുമല്ലോ അടിയിൽ തുണി ഉള്ളത് കൊണ്ട്, അവിടെ വെച്ചിങ്ങോട്ട് തയ്ച്ചിങ്ങോട്ട് പോരുക. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഉള്ളിൽ നിന്ന് ലേസ് പുറത്തേക്ക് വരുന്നത് പോലുള്ള ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുള്ളൂ കേട്ടോ. അത് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ഫിനിഷിംഗ് ആണ് എപ്പോഴും ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭംഗി. കളർ കോമ്പിനേഷനൊക്കെ ഒരു ഇതുണ്ടെങ്കിലും കളറൊന്നും മാച്ചില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ ഫിനിഷിങ്ങിൽ സമയം എടുത്താണെങ്കിലും ഫിനിഷിങ്ങിൽ ചെയ്ത് തുടങ്ങുക, എന്നാലും നമുക്ക് പിന്നെ വൃത്തിയിലായിട്ട് വരും. എപ്പോഴും കുറേ സ്പീഡിൽ ചെയ്യുമ്പോഴും വൃത്തിയിൽ വരും. അപ്പം നമ്മൾ സൂചിയിൽ നൂല് കോർത്ത് അടിയിൽ നിന്ന് കുത്തിയെടുത്തു. ആദ്യം നമ്മൾ സീക്വൻസ് ആണ് കോർക്കുന്നത് കേട്ടോ. ആദ്യം സീക്വൻസ് കോർത്തിട്ട് പിന്നെ ഒരു കട്ട് ബീഡ് കോർക്കുകയാണ്. കട്ട് ബീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിലുള്ളത്, അതിൻ്റെ നീളം കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എടുത്തതിൻ്റെ നീളം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു സെൻറ്റി ഇല്ല, അല്ല സോറി, ഒരു പിന്നെന്താ പറയുക, ഒരു പോയിൻ്റ് ഒത്തിരി നീളം മാത്രം. എന്നിട്ട് കുത്തിയിട്ട് അതിനെ നേരെ ഓപ്പോസിറ്റ് ഒരു വശത്തേക്ക് ഇങ്ങോട്ടേക്ക് പൊക്കിയെടുക്കുക. ആ എടുക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മളുടെ ഈ ബീഡിൻ്റെ ഈ നമ്മൾ എടുക്കുന്ന കട്ട് ബീഡിൻ്റെ ലെങ്ത്ത് തന്നെ, നീളം തന്നെ ആയി വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെയും കട്ട് ബീഡ് കോർത്തു. എന്നിട്ട് ഈ സീക്വൻസിൻ്റെ നടുവിലെ ഹോളിലേക്ക് കൂടി താഴോട്ടേക്ക് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പൊങ്ങി. ഇപ്പുറത്തെ സൈഡിലേക്ക് പൊക്കിയെടുക്കുമ്പോഴും നമ്മൾ എന്താക്കണം, ആ കട്ട് ബീഡിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് തന്നെ പൊക്കിയെടുക്കണം. വീണ്ടും കട്ട് ബീഡ് കോർത്ത് എന്നിട്ട് ആ സീക്വൻസിൻ്റെ നടുവിലാണല്ലോ ഓട്ട, ആ ഓട്ടയിലേക്ക് കൂടി ആ ഹോളിലേക്ക് കൂടി താഴോട്ടേക്ക് വീണ്ടും ഇറക്കി, എന്നിട്ട് അതിന് നേരെ എതിർവശത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പൊക്കിയെടുത്തു. അപ്പോഴും നമ്മൾ അകലം നോക്കണം, ഈ കട്ട് ബീഡിൻ്റെ അകലം തന്നെ വരണം. എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് നമ്മളൊരു ചുരിദാറിൻ്റെ സ്ലീവ് മാത്രം ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നല്ല ഹെവി വർക്കാവും. പിന്നെ ഫ്രണ്ടിൽ നെക്കിൻ്റെ താഴത്തോട്ടേക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി പാൻറ്റിൻ്റെ താഴെ ഭാഗം മാത്രമായിട്ടും സ്ലീവിൻ്റെ താഴെ ഭാഗം, അങ്ങനെയൊക്കെ പല ടൈപ്പിൽ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു എന്ന് മാത്രം. ഇതിപ്പോൾ 4 ഭാഗത്തേക്ക് ഓരോ ഇതായിട്ടല്ലേ വന്നത്, അത് 5, 6 ഒക്കെ ആയിട്ട് കൊടുക്കാം, 3 ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോങ് സൈഡ് പലരും ചോദിക്കുന്നതാണ് ഇത് കെട്ടിടുന്നത് കാണിക്കണം എന്നുള്ളത്. കെട്ടിടാനിതാ ഇങ്ങനെ കോർത്ത് ഒന്നുകൂടി കോർത്ത്, ഇപ്പോഴൊക്കെ നല്ല ടൈറ്റാക്കി വലിക്കണം കേട്ടോ, അല്ലാഞ്ഞാൽ ഇളകി അത് വൃത്തി ഉണ്ടാവില്ല കാണാൻ. ഇങ്ങനെ കോർത്തിട്ട് അതിൻ്റെ വട്ടം പോലെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായി കിട്ടും. എന്നിട്ട് അറ്റം വെച്ച് കട്ട് ചെയ്യണം. ഇനി ലൂസായി പോകുമെന്ന് ഡൗട്ടുള്ളവർ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഇല്ല, അത് വേണമെങ്കിൽ ഒരു തിരി ഒന്ന് അവിടെ ആക്കി കൊടുത്താൽ അത് അവിടെ ഉറച്ച് നിന്നോളൂ കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമേ അല്ല, എന്നാലും സംശയമുള്ളവർക്ക്. അപ്പം ഇങ്ങനെയാണ് ഒരു ഇത് ചെയ്യുന്നത്. അത് നമുക്ക് എത്രത്തോളം അകലങ്ങളിൽ 10 ഇഞ്ചിൻ്റെ അകലാണോ, 5 ഇഞ്ചിൻ്റെ അകലാണോ, 2 ഇഞ്ചിൻ്റെ അകലാണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എത്രത്തോളം അടുപ്പിച്ച് വരുന്ന അത്രത്തോളം ഡ്രസ്സ് ഹെവി ആയിട്ട് വരും. അപ്പോൾ ചെയ്യാൻ കുറച്ച് സമയം എടുത്താലും നമ്മൾ ചെയ്ത് ഇതൊക്കെ ഒരു 25 രൂപക്കൊക്കെ ഒരുപാട് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഈ കട്ട് ബീഡ്. അപ്പോൾ നമുക്ക് എത്രയോ ഷോളിൽ ചെയ്യാനുണ്ടാവും. ഇങ്ങനത്തെ ഹാൻഡ് എംബ്രോയ്ഡറി മാത്രം നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുത്ത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഹാൻഡ് എംബ്രോയ്ഡറിയൊക്കെ നല്ല ചാർജാണ്. അപ്പം പഠിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടില്ല, ഇപ്പോൾ ഈ ഷോളിൻ്റെ വർക്കും ഇത് തമ്മിൽ മാച്ചായി വന്ന് റെഡിമെയ്ഡാണ് കുർത്തി വന്നിട്ടുള്ളത്. ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഇവിടുന്നാന്നൊന്നും എന്നോട് ചോദിക്കല്ലേ. അപ്പോൾ ഈ ഷോൾ ഇനിയിപ്പോൾ വേണം നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് ചുരിദാറിൻ്റെ കൂടെ യൂസ് ചെയ്യാം, പ്ലെയിൻ വൈറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോഴൊക്കെ മാച്ചായിട്ട് തന്നെ വരും. ആ കട്ട് ബീഡിൻ്റെ കളർ കോമ്പിനേഷന് മെറൂണിലേക്ക് നല്ല ഭംഗിയാണ്. ഏത് കളറിലേക്കും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ആൻറ്റിക് കളർ. ഇതിൻ്റെ താഴെ മാത്രമാണ് ലേസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ പിന്നെ കട്ട് ബീഡ്സ് ഒക്കെ എവിടുന്നാ കിട്ടുക എന്ന് ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട്. അത് നമ്മൾ ടൈലറിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നിടത്തു നിന്ന് കിട്ടും. ഇപ്പോൾ അടുത്ത വർക്ക് ഈ ഒരു ഹാങ്ങിങ് ആണ്. ഇത് പിന്നെ
കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഷോളാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ മെറ്റീരിയൽസിൻ്റെ ഇതില്ലേ, ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ആ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് മുക്കത്ത്, കസവ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. മുക്കത്തുകാരനെ ചോദിക്കാറുണ്ട് മുക്കത്ത് എവിടെയാണ്. ലുലു വെഡ്ഡിങ്ങിൻ്റെ മുന്നിലാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബീഡ്സ്, ത്രെഡ് ഗോൾഡൻ ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. ഇവരുടെ ഷോളിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ നമ്പറൊക്കെ ഞാനിപ്പോൾ കൊടുത്തിടാം. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ഐറ്റംസ് വരുന്നതൊക്കെ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പുതിയ വന്നതാണ്. ഷോളിൻ്റെ ഗ്രൂപ്പിൻ്റെ നമ്പർ 9746818001. അപ്പോൾ ഇപ്പം ഉള്ള ഇതാണ്. ഇപ്പോൾ ഒരുപാട് തീർന്നു തുടങ്ങി, ഇനി പുതിയ ഐറ്റംസ് വരാനുണ്ട്. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്, ഇത് റെഡിമെയ്ഡ് ഷോളും ഈ ഗ്രൂപ്പിൽ ഫോട്ടോസ് വരും കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തെന്ന് മാത്രം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിടാം. അപ്പോൾ നമുക്കിത് ഹാങ്ങിങ്ങിൻ്റെ പണി നോക്കാം. ഇത് ഒരു ആൻറ്റിക് ടൈപ്പ് മുത്ത് തന്നെയാണ്. പിന്നെ ഇതിനൊരു ക്യാപ്പ് പോലെ കൊടുക്കാൻ ഇങ്ങനെ ഒരു സാധനം കാണും. ഇതൊക്കെ നമുക്ക് ടൈലറിങ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൽ കിട്ടും കേട്ടോ. ടൈലറിങ് മെറ്റീരിയൽസ് മാത്രമല്ല, പിന്നെ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു ക്യാപ്പ് പോലത്തെ സാധനം. അപ്പം നമ്മൾ ആ സൂചി നൂലിൽ കോർത്ത്, നിങ്ങൾക്ക് വേണേൽ ബ്ലാക്ക് നൂലിൽ ചെയ്യാം കേട്ടോ. ഞാനിതൊരു ഗോൾഡൻ എടുത്തു എന്ന് മാത്രം. ബീഡ്സ് നമുക്ക് എത്രത്തോളം ബീഡ്സ് വേണോ അത്രയും ബീഡ്സ് കോർത്തെടുക്കുക. ഇത് ചെയ്യാൻ നമ്മൾ കുറച്ചധികം നൂല് വേണം കേട്ടോ. ഒരു 3 മീറ്ററോ 4 മീറ്ററോ ഒക്കെ വേണം. കാരണം എത്രത്തോളം നമ്മൾ പിന്നെ ലെയറാക്കി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നൂലിൻ്റെ നീളം വേണം. അപ്പോൾ നീളത്തിൽ എടുക്കുന്ന സമയത്ത് കെട്ട് കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പം 10 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലെയറിലും 5 വീതം മുത്ത് കോർക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ 50 ബീഡ്സാണ് ഇപ്പോൾ കോർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നൂലിൻ്റെ ഈ അറ്റത്തേക്ക് വന്ന് കെട്ടിട്ട ഭാഗം കണ്ടില്ലേ, ഈ കെട്ടിട്ട ഭാഗത്തേക്ക് വന്നിട്ട് ഞാനിതാ എൻ്റെ ഈ തള്ള വിരലിൽ അതൊന്ന് കൊളുത്തിപ്പിടിച്ച് നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാവും. ഇങ്ങനെ ഞാൻ എൻ്റെ തള്ള വിരലിൽ കോർത്ത് പിടിച്ച്, എന്നിട്ട് 5 മുത്തിനെ ഞാൻ എടുക്കുകയാണ്. 5 മുത്തിനെ മാത്രം ഇങ്ങോട്ടേക്ക് നീക്കിയെടുത്ത് അകലം, ഞാൻ വെക്കുന്ന അകലം നിങ്ങൾ ശ്രദ്ധിച്ചോളി. തള്ള വിരലിൽ ഞാൻ ഇത് കൊളുത്തിപ്പിടിച്ചു. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെറുവിരലിന് ചുറ്റി ഇങ്ങനെ വന്ന് അവിടെ 5 മുത്ത് അവിടെ നിന്നില്ലേ, എന്നിട്ട് ഈ വിരലോണ്ട് അമർത്തി പിടിച്ചിട്ട് വീണ്ടും 5 മുത്തിനെ എടുക്കുകയാണ് കേട്ടോ. 5 ആണെങ്കിൽ 5, നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ആദ്യം ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കിയിട്ടൊക്കെ അത് മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. രണ്ടാമത്തത് ഞാൻ ചുറ്റിയെടുത്ത് വിരലുമ്മലേക്ക് കൂടി ഇങ്ങോട്ടേക്ക് വന്നു. ഇതിനി ഇങ്ങനെ കയ്യിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ്റെ നമ്മൾ നൂലിടുന്ന ആ കുറ്റിയില്ലേ, ആ കുറ്റിമേൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ലെയറും 5 ബീഡ്സ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ ചുറ്റും എല്ലാത്തിനും ഒരേ അകലം തന്നെ വേണം കേട്ടോ. നൂല് കൂടിയും കുറഞ്ഞും ആയി പോവരുത്, അപ്പം ഭംഗി ഉണ്ടാവില്ല. എല്ലാം ഒരേ അകലത്തിൽ തന്നെ ആവണം. ഇങ്ങനെ ഇപ്പോൾ ഞാനിതാ 4 എണ്ണം കാണിച്ചു. ഇങ്ങനെ 10 എണ്ണമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 10ഓ 15ഓ ഇനി അതിനേക്കാണ് കുറയ്ക്കാം. നല്ല ഹെവി ആയിട്ട് നമ്മൾ ബ്രൈഡലിനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല തൂങ്ങി നിൽക്കാൻ കൂടുതലാക്കിയിട്ടൊക്കെ കൊടുക്കുക. ഇങ്ങനെ 10 എണ്ണം ചെയ്തിട്ട് ഞാൻ ചെയ്യണത്. ഇനി ഇതിന് മേലെ വശം ഇങ്ങനെ പിടിച്ച് കയ്യിൽ നിന്ന് ഊരിയെടുത്ത്, സൂചി അവിടെ ഉണ്ട്, നമ്മൾ നൂല് കോർത്ത് സൂചി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കണ്ടില്ല, ഇത്രയും ചുറ്റുന്നത് കൊണ്ടാണ് കൂടുതൽ നൂല് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇതിനെ ബാക്കിയുള്ള നൂല് സൂചി പൊട്ടിച്ചെടുക്കുകയോ ചെയ്യരുതേ, ബാക്കി ഇനി നമുക്കിതിൽ കോർക്കാനുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് അറ്റം കുറച്ച് മാത്രം നമ്മൾ ബാക്കി വെച്ചിട്ട് ഇങ്ങനെ നൂലുകൊണ്ട് ചുറ്റി നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റാക്കി ചുറ്റി ഒരു 4-5 ചുറ്റിയിട്ട് പിന്നെ സൂചി ഉള്ളിലേക്ക് കൂടി കോർത്തെടുത്ത് കെട്ടിട്ട് കൊടുക്കുക. 2-3 കെട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കുക. കാരണം മേലെ ആ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിലേക്ക് കൂടി തുന്നി പിടിപ്പിച്ചിട്ട് ഹാങ്ങിങ് ആക്കി വെക്കാം. മറ്റേ ഞാനിപ്പോൾ കാണിച്ചു തന്നതിന് ഞാൻ വെക്കുന്ന ആ ക്യാപ്പൊന്നും കിട്ടാത്തവർക്ക് അങ്ങനെ വേണേൽ വെക്കാം. ഞാൻ ക്യാപ്പൊക്കെ വെക്കണം എന്നുള്ളവർക്ക് ക്യാപ്പ് വെക്കണത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ക്യാപ്പില്ലെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് ഒന്നും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടൊക്കെ ചെയ്യാം. ഒക്കെ നിങ്ങൾ ഇഷ്ടങ്ങളൊന്നും ചെയ്ത് വരുമ്പോൾ പല ഐഡിയാസും വരും കേട്ടോ. ചിലർ ചോദിക്കും ഐഡിയ വരുന്നില്ല എന്ന് പറയാറുണ്ട് ചിലർ, പക്ഷെ ചെയ്ത് വരുമ്പോൾ വരും. ഇനി നമ്മൾ ഈ ക്യാപ്പ് തന്നെയല്ലേ, ഇതൊരു ആൻറ്റിക് കളർ തന്നെയാണ്. ഇതിൽ 2 ടൈപ്പ് ക്യാപ്പുകൾ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അതിലൊന്ന് ഗോൾഡൻ കുറച്ചധികമാണ്. എനിക്ക് അത്ര ഗോൾഡൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആൻറ്റിക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ക്യാപ്പിനെ ഇങ്ങനെ
ആ വായ തുറന്ന ഭാഗം ആ ഉള്ളിലേക്ക് കൂടി കയറ്റിയിട്ട് അവിടെ അങ്ങോട്ടേക്ക് കവർ ചെയ്തു. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ നൂലിനുള്ള ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ക്യാപ്പ് കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 മുത്തും കൂടി കോർക്കുന്നുണ്ട്. 3 മുത്ത് കൂടി കോർക്കുമ്പം ആ മുത്തിൻ്റെ കൂടി നീളം ഹാങ്ങിങ്ങിന് നീളം കൂടിയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കോർത്തിട്ടുള്ളത്. ക്യാപ്പ് മാത്രം വെച്ചിട്ടും ഷോളിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ വരിക. എന്നിട്ട് നമ്മൾ ഷോളിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഷോള്. കട്ട് ചെയ്തെടുത്തതിൻ്റെ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ എൻഡിൽ വെച്ചിട്ട് നമ്മളിത് തുന്നി പിടിപ്പിക്കുകയാണ്. ഹാങ്ങിങ് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇങ്ങനത്തെ ഹാങ്ങിങ് ആണ് നമ്മൾ 60-70 രൂപ കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങേണ്ടി വരുന്നത്. അപ്പം ബീഡ്സൊക്കെ മാലൊക്കെ പൊട്ടിയതുകൊണ്ടൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് മാച്ചായിട്ടുള്ള ബീഡ്സ് വാങ്ങിയാൽ മതി. 2-3 തവണ തുന്നി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു കെട്ട് ആദ്യം നല്ലോണം 1-2 തവണ ചുറ്റിച്ചിട്ട് കെട്ട് കൊടുക്കുക. ഇങ്ങനെ തുന്നുന്ന സമയത്ത് നൂല് അധികം അങ്ങനെ തെളിഞ്ഞു നിൽക്കാത്ത രൂപത്തിൽ ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലോണം ചുറ്റിച്ച് കെട്ടെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് കട്ട് ചെയ്യാതിരിക്കുക. അവിടെ വെച്ച് കട്ട് ചെയ്യുമ്പം ആ കട്ട് ചെയ്ത നൂലിൻ്റെ അറ്റം ഭാഗമല്ല, അങ്ങനെ നല്ല സൂക്ഷിച്ച് നോക്കിയാൽ തെള്ളി നിൽക്കും, പുറത്തേക്ക് തെറിച്ച് പോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ 3 മുത്ത് കോർത്തില്ലേ, ആ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തിരിച്ച് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എന്തായി, ആ നൂല് അങ്ങനെ കാണില്ല, താഴോട്ടേക്ക് അങ്ങോട്ടേക്ക് പോയല്ലോ. അറ്റം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഹാങ്ങിങ് റെഡിയായി. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിഷ്ടത്തിന് ചെയ്യും, നമ്മൾ ചെയ്തെന്നുള്ള സന്തോഷം നമുക്കുണ്ടാവും. അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഷോൾ. ഇപ്പോൾ ഞാൻ ഇപ്പം അവിടെ ഉള്ളത് മാത്രം ഫോട്ടോസ് ഒന്ന് അയച്ച് തന്നതാണ്. ഇതേപോലെ തന്നെ ബീഡ്സ് ഉണ്ടാക്കിയതാണ്. കട്ട് ബീഡ് ബ്ലാക്ക് കൊണ്ടാണ് ഈ ഹാങ്ങിങ്, ഈ ബ്ലാക്ക് ഷോളിലുള്ള ഹാങ്ങിങ്. മറ്റത് പേൾ ബീഡാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് കളറിലാണോ വേണ്ടത് അതിനനുസരിച്ച് ബീഡ്സൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. ചെറിയ ചെറിയ പാക്കിന് 15-20 രൂപക്കൊക്കെ ബീഡ്സ് വാങ്ങാൻ കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നല്ല ഭംഗിയില്ലേ, കറക്റ്റ് മാച്ച് ആയിട്ട് വന്നപ്പോൾ ആൻറ്റി കളറിലായപ്പോൾ ഞാൻ ഇത് വെയർ ചെയ്ത സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പാർട്ടി വെയർ ആക്കി എടുക്കാൻ തന്നെ പറ്റും. ഒരു പ്ലെയിൻ ബ്ലാക്ക് ചുരിദാർ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഷോൾ വന്നിട്ടാകുമ്പോൾ ഒരു പാർട്ടിക്കുള്ള നമുക്ക് തലേന്നൊക്കെ ഇടാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഷോളാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഈ ഹാങ്ങിങ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പിങ്ക് കൂടി എൻ്റെ അടുത്തുണ്ട്. ഈ ഷോളിൽ കുറച്ചുകൂടി വർക്ക് ഉണ്ട് കേട്ടോ. അത് സീക്വൻസ് വർക്കാണ്, ഞാൻ ചെയ്യാൻ വെച്ചിട്ടാണ്, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതിൽ പെടാതിരുന്നത്. അപ്പോൾ അതെ, വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങിൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റിച്ചിങ് ഗ്രൂപ്പിൽ, അതായത് വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കുറഞ്ഞ ഫീസിലാണ് ചെയ്യുന്നത്. അപ്പം ചിലർക്ക് പിന്നെ നോമ്പായതുകൊണ്ട് ഇനി പറ്റില്ല, പക്ഷേ നോമ്പിന് നമ്മൾ ക്ലാസ് നിർത്തി വെക്കും. ഇപ്പോൾ 6-ആം തീയതി തുടങ്ങുന്ന ബാച്ച് നോമ്പ് തുടങ്ങുമ്പോൾ നിർത്തി വെച്ചിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എനിക്കൊരു ചെറിയ യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓഗസ്റ്റിലെങ്ങാനായിരിക്കും പിന്നെ അടുത്ത ബാച്ച് തുടങ്ങാം. അപ്പോൾ അത് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബോക്സിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക, വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.